നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജീവകങ്ങളും രാസനാമങ്ങളുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാന ജീവകങ്ങളെന്ന് ആദ്യം പഠിക്കാം. ജീവകം എ, പിന്നെ ജീവകം ബി തന്നെ ജീവകം B1 ഉണ്ട്, ജീവകം B2 ഉണ്ട്, ജീവകം B3 ഉണ്ട്. B3 കഴിഞ്ഞാൽ B4 ഇല്ല, B3 കഴിഞ്ഞാൽ B4 ഇല്ല. പിന്നുള്ള ജീവകം B5, B6, B7 കഴിഞ്ഞാൽ B8 ഇല്ല. അപ്പം B4 ഇല്ല, B8 ഇല്ല. പിന്നെ B9 ആണ് ജീവകം B9 കഴിഞ്ഞാൽ B10 ഇല്ല, B11 ഇല്ല. ജീവകം B10 ഇല്ല, B11 ഇല്ല. അത് കഴിഞ്ഞാൽ ജീവകം B12 ആണ്. പിന്നെ ജീവകം സി, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. ഇത്രയുമാണ് പ്രധാന ജീവകങ്ങൾ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോഡെന്ന് പറയുന്നത് നൈറ്റി തയ്ക്കുന്ന റോബോട്ട് നീയാ പാപ്പി, നൈറ്റി തയ്ക്കുന്ന റോബോട്ട് നീയാ പാപ്പി, ബൺബോളി, സൈനയുടെ സ്കോറിന് കാറോ ട്രോഫി. സൈന എന്ന് വെച്ചാൽ സൈന നെഹ്വാൾ എന്ന് ഓർത്ത് നോക്കുക. സൈനയുടെ സ്കോറിന് കാറോ ട്രോഫി. നമ്മുടെ പറയാം, നൈറ്റി തയ്ക്കുന്ന റോബോട്ട് നീയാ പാപ്പി, ബൺബോളി, സൈനയുടെ സ്കോറിന് കാറോ ട്രോഫി. നൈറ്റി എന്ന് പറഞ്ഞാൽ റെറ്റി. നൈറ്റിയുടെ ആദ്യത്തെ രണ്ട് ഇത് മാറ്റിയാൽ റെറ്റി എന്ന് നോക്കണം. നൈറ്റി എന്നാൽ റെറ്റിനോൾ. നൈറ്റി എന്നാൽ റെറ്റി. ജീവകം എ റെറ്റിനോൾ. നൈറ്റി എന്നാൽ റെറ്റിനോൾ എന്നാണ്. അത് ജീവകം എ. പിന്നെ നൈറ്റി തയ്ക്കുന്ന എന്ന് വെച്ചാൽ B1, ജീവകം B1. തയാമിൻ, തയ്ക്കുന്നതിൻ്റെ തയ്യാമിൻ, തയ്ക്കുന്നതിൻ്റെ തയ്യാമിൻ, B1. അടുത്തത് B2, അതാണ് റോബോട്ട് എന്ന് നമ്മൾ ഇരിക്കുന്നത്. അതിൽ റോബോ എന്ന് വെച്ചാൽ റൈബോ എന്ന് വായിക്കണം. റോബോ എന്താ റൈബോ എന്ന് വായിക്കണം. അത് B2, റൈബോ ഫ്ലാവിൻ. റോബോ എന്നത് റൈബോ എന്ന് വായിക്കണം. അത് റൈബോ ഫ്ലാവിൻ, അത് B2. അടുത്തത് B3, നീയാ പാപ്പി അല്ലേ. നീയ എന്ന് പറഞ്ഞാൽ നിയാസിൻ. B3 എന്നാൽ നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. ജീവകം B3 കഴിഞ്ഞ് B4 ഇല്ല, പകരം B5 ആണുള്ളത്. അതിൻ്റെ പാപ്പിയുടെ പാപ്പിയുടെ എന്താണ്? പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B5. അടുത്തത് B6, അതാണ് പാപ്പിയുടെ പിരിഡോക്സിൻ. ആദ്യത്തത് പാൻറ്റോതെനിക്, രണ്ടാമത്തെ പിരിഡോക്സിൻ. ജീവകം B6, പിരിഡോക്സിൻ. അടുത്തത് ബൺ എന്നുള്ളത് ബൻ ഇന്നാക്കണം. എന്നുള്ളത് ഇന്നാക്കണം. ബയോട്ടിൻ ഇൻ. അവസാനം എന്നുള്ളത് ഇന്ന്, അത് ബയോട്ടിൻ എന്നാണ്. അത് B7 ആണ്. B7 ബയോട്ടിൻ, B7. അടുത്ത ബോളി എന്നത് B7 കഴിഞ്ഞാൽ B8 ഇല്ല, B9 ആണുള്ളത്. അപ്പം 4 ഇല്ല, 8 ഇല്ല, പിന്നെ 9 ആണ്. B8 ഇല്ല, B9. ബോളി എന്നത് ഫോളി എന്നാക്കണം. ബോളി എന്നുള്ളത് ഫോളി എന്ന് വായിക്കണം. ഫോളിക് ആസിഡ്, B9. ഫോളിക് ആസിഡ്. ബോളി അല്ല, ഫോളിക് ആസിഡ്. അടുത്തത് സൈനയുടെ സ്കോറിനും. സൈന B12. നമ്മൾ പറഞ്ഞു B9 കഴിഞ്ഞാൽ B10 ഇല്ല, B11 ഇല്ല, B12 ആണ്. ജീവകം B12. അതാണ് സൈനോകൊബാലുമിൻ. സൈന എന്താണ്? സൈനോകൊബാലുമിൻ. അടുത്തത് ജീവകം B12 വരെ ആയി. അത് കഴിഞ്ഞാൽ തുടങ്ങുന്നത് B കഴിഞ്ഞാൽ പിന്നെ C ആണ്. ജീവകം സി, സ്കോറിന്. സൈനയുടെ സ്കോർ എന്ന് പറഞ്ഞാൽ അസ്കോർബിക് ഉണ്ടാവും. അസ്കോർബിക് ആസിഡ്. ജീവകം സി, അസ്കോർബിക് ആസിഡ്. അത് കഴിഞ്ഞാൽ ജീവകം സി കഴിഞ്ഞാൽ ജീവകം ഡി, കാറോ. സ്കോറിന് കാറോ ട്രോഫി. അല്ല, കാറോ എന്ന് വെച്ചാൽ എന്താണ്? കാറോ. ജീവകം ഡി, കാൽസിഫെറോളിൻ്റെയാണ്. അതാണ് കാറോ. കാൽസിഫെറോളിൻ്റെ ആദ്യത്തെ കായും റോൾ, അവസാനത്തെ റോളിൻ്റെ റോയും. അപ്പം അതാണ് കാറോ. കാറോ. കാൽസിഫെറോൾ. ജീവകം ഡി, ട്രോഫി. അതായത് ജീവകം ഇ. ട്രോഫിയുടെ ട്രോ എന്നുള്ളത് ടോക്കോഫിറോൾ. ട്രോഫിയുടെ ട്രോ എന്നത് ടോക്കോഫിറോൾ. ജീവകം ഇ എന്നത് ടോക്കോഫിറോൾ. ട്രോയല്ല, ടോ ആയിട്ട് എടുക്കണം. ടോക്കോഫിറോൾ. അവസാനത്തത് ഫി. ട്രോഫിയുടെ ഫി എന്നാൽ ജീവകം കെ, ഫില്ലോക്വിനോൺ. ജീവകം കെ, ഫില്ലോക്വിനോൺ.